ഹലോ പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുഴുവൻ കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കണം എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഇപ്പോൾ പുതിയൊരു നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. എല്ലായിടത്തും വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ശരി, ചില പഞ്ചായത്തുകളിൽ അല്ലെ ബ്ലോക്കുകളിൽ നിന്നുള്ള നിർദ്ദേശമുള്ളത്, ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ബ്ലോക്ക്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഇതൊക്കെ വെരിഫൈ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ലിയർ ആവുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മുഖം ക്ലിയർ ആവുന്ന രീതിയിൽ, അതായത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കാലുവരെ കിട്ടുന്ന രീതിയിൽ വ്യക്തമായിട്ട് സൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ പല ആൾക്കാരും എന്ത് വെച്ചാൽ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോയിൽ വളരെ ലോങ്ങിൽ നിന്ന് എടുക്കുന്നു. ഇപ്പോൾ ലോങ്ങിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ മുഴുവൻ കിട്ടും, പക്ഷേ ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതെല്ലായിടത്തും വന്നിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും ചില ബ്ലോക്കുകളും ചില പഞ്ചായത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ പഞ്ചായത്തായിട്ടോ ബ്ലോക്കായിട്ടോ ബന്ധപ്പെട്ടിട്ട് മാത്രം ചെയ്യുക. അതായത് തലയുടെ ഭാഗം നമ്മൾ ആൾക്കാരെ വ്യക്തമാകുന്ന രീതിയിൽ മാത്രം മതി. മുഴുവനായിട്ടും ഫോട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എടുക്കുന്ന ഫോട്ടോ ക്ലിയർ ആവണം. അതായത് ഇന്ന ആളാണ് എന്നത് വ്യക്തമാണ്. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് മുഴുവൻ കാലിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലെങ്കിലും മേൽഭാഗം തല വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ, ആളെ വ്യക്തമാകുന്ന രീതിയിൽ എടുത്താൽ മതി എന്നാണ് പുതിയ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പറഞ്ഞ ഒരിക്കലൂടെ പറയുകയാണ്, നിങ്ങൾ ഓരോ സ്ഥലത്തും അതായത് പഞ്ചായത്തുമായിട്ടും ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഫോട്ടോ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നിർദ്ദേശം കിട്ടിയ ആൾക്കാർ എന്ത് ചോദിച്ചാൽ, ക്ലിയർ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ തലയുടെ ഭാഗം നന്നായിട്ട് ഇന്നയാളാണ് എന്ന് വ്യക്തമാവുന്ന രീതിയിൽ, മുഖം നോക്കിയാൽ ഇന്നയാളാണെന്ന് വ്യക്തമാവുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കണം എന്നതാണ് പുതിയ നിർദ്ദേശങ്ങളായിട്ട് ചില സ്ഥലത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ ചാനൽ, നിങ്ങളെല്ലാവരും അടങ്ങുന്ന നമ്മുടെ കുടുംബ ചാനൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതായത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമാണിത്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി നിങ്ങളൊരു സഹായം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ലാത്തൊരു സഹായമാണ്. ഒരു ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വലത് ഭാഗത്തായിട്ട് ഹൈപ്പ് എന്നുള്ള ഒരു എഴുത്ത് വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു പോയിൻ്റ് കാണും. ആ പോയിൻ്റ് എനിക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലിന് അത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഒന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നിങ്ങൾ ഓരോ ആൾക്കാരും ആ ഹൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ഈ ചാനലിൽ കിട്ടുകയും ആ ചാനലിൻ്റെ പോയിൻ്റ് നോക്കിയിട്ട് യൂട്യൂബ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ദയവായിട്ട് എന്ത് ചെയ്യുകയെന്ന് വിചാരിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നിങ്ങൾ ഇത് ഇന്ന് മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 2-3 പ്രാവശ്യം അത് ചെയ്യാൻ പറ്റൂ. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കുക. എല്ലാവർക്കും ഇത് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരണമെന്നില്ല. എന്തായാലും വന്ന ആൾക്കാർ ലൈക്ക് അടിക്കുക. തൊട്ട് താഴെ വലത് ഭാഗത്തായിട്ട് കാണുന്ന ഹൈപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും ഒത്തിരി മുന്നോട്ട് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സഹകരിക്കുക. അപ്പോൾ ഞാൻ പുതിയ വിവരങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും കിട്ടിയ വിവരം ഞാൻ നിങ്ങളിലേക്ക് ഉടനടി എത്തിച്ചു എന്ന് മാത്രം. ഇനി പുതിയ വിവരങ്ങൾ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആൾക്കാരുടെ മുഖം വ്യക്തമാവുന്ന രീതിയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഓരോ കമൻറ്റിനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറുപടി ഇതുവരെ തന്നിട്ടുള്ള കമൻറ്റിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സംവദിക്കാനുള്ള നിങ്ങളെ സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് പടിപടിയായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെന്ത് ചെയ്യുക, ഇത്
ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇപ്പം വരുന്ന നിങ്ങൾക്ക് ഇതുവരെ നമുക്കില്ലാത്തൊരു സംഭവമാണ്, നമ്മുടെ ചാനൽ ഉണ്ടാകുമ്പോൾ പരസ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ സ്ഥിതിക്ക് ഇനി വരുന്ന പരസ്യങ്ങളൊക്കെ ഉണ്ടാകും ചാനലിൽ. അപ്പോൾ ആ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.